അസ്സാം വലൈക്കും, വെൽക്കം ടു സൂസ് പെപ്പ ക്യാൻറ്റി. എല്ലാവരും സുഖമായി സന്തോഷിച്ചിരിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു റംസാൻ ക്ലീനിങ് ആണ്, ഡീപ്പ് ക്ലീനിങ് ആണ്. ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടുന്നില്ലേ. അപ്പോൾ ഇന്ന് ഉച്ചവരെ എനിക്കൊരു ബ്രേക്കുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു സമയത്ത് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്ലീനിങ്ങിന് ഇറങ്ങണം, അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഒത്തിരി ടൈം പോകും. എന്നാലും മാക്സിമം എല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ പ്ലാന്റ്സ് എല്ലാം ഒന്ന് വാഷ്റൂമിൽ കൊണ്ടുപോയി ഒന്ന് ഷവർ ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ച് വെയിലത്തൊന്ന് വെക്കുന്നുണ്ട്. അതിനകത്ത് എക്സ്ട്രാ വെള്ളമൊക്കെ പോയി ഡ്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ കൊണ്ടിവിടെ വെക്കുന്നത്. ആ ഒരു സമയത്ത് ഈ കാർപ്പറ്റും അതെല്ലാം ഒന്ന് വാക്യൂം ചെയ്ത് ക്ലീൻ ആക്കുന്നുണ്ട്. ഒരു ചെടിച്ചട്ടി താഴെ വീണ് അത് മണ്ണെല്ലാം ഫുൾ ആ ഒരു കാർപ്പറ്റിലായപ്പോൾ അതെല്ലാം വാക്യൂം ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് ചെടിയെല്ലാം ഒന്ന് ഡ്രൈ ആയി വരും. നമ്മൾ ഷവർ ചെയ്തല്ലോ, അതെല്ലാം ഒന്ന് ഡ്രൈ ആയി വരും. അതിനിടയ്ക്ക് ഞാൻ ഈ ജനലൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുന്നു. നമുക്ക് സാധാരണ പുറത്തുനിന്ന് വിൻഡോ പെയിൻ ക്ലീൻ ചെയ്താലേ ഫുള്ള് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഭയങ്കര ലിമിറ്റഡ് ഏരിയയേ ഉള്ളൂ, കൈയൊക്കെ പുറത്തിടാൻ പറ്റത്തില്ല ഫുള്ളായിട്ട്. അപ്പോൾ സാധാരണ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസ് തന്നെ വന്നിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പം കുറേ നാളായി. നമുക്കിവിടെ തൊട്ടടുത്തൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, നല്ല പൊടിയാണ് എപ്പോഴും. ഒരു ഫോക്സ് ഗ്രാസ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം 4 വർഷത്തിൽ കൂടുതലായി. പക്ഷേ ഇത് വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിലേ വാങ്ങാവുള്ളൂ. കാര്യം അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ വാക്യൂം ക്ലീനർ വീട്ടിലുണ്ടെങ്കിൽ ഇത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, നല്ല പൊടി എടുക്കും. അപ്പോൾ അത് കാരണം നമ്മളൊരു റെഗുലറായിട്ട് ക്ലീൻ ചെയ്യണം. ഞാനിത് ഡാന്യൂബിൽ നിന്ന് വാങ്ങിയ കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഫോക്സ് ഗ്രാസ് ആയിരുന്നു ഇത്. നമ്മുടെ ബിൽഡിങ്ങിൽ ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഇൻഡോർ ബാൽക്കണി അല്ലെങ്കിൽ ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അന്ന് വാങ്ങിയതാണ്, ഞങ്ങൾ പഴയ ഫ്ലാറ്റിൽ താമസിക്കുമ്പം. പിന്നെ അത് ഇവിടെയും കൊണ്ടുവന്ന് ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സ്റ്റാൻഡ് ഞാൻ നൂണിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഓപ്പണിങ് അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പ്ലാന്റ് പോട്ട് കൂടുതലും നമ്മുടെ തൈരിൻ്റെ ടിന്നാണേ, അത് റീസൈക്കിൾ ചെയ്തെടുത്തതാണ്. കുറച്ച് പ്ലാന്റ്സ് ഞാൻ കൊണ്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. കാര്യം കുറച്ച് ഓവർ വാട്ടർ ആയിപ്പോയി. അപ്പം അത് മോശമായതുകൊണ്ട് ഞാനൊന്ന് വെയിലത്ത് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് അവിടെ വെച്ചേക്കാന്ന്. പിന്നെ ഈ ഒരു ക്ലിപ്പില്ലേ, ഇത് ഞാനവിടെ ഹാങ് ചെയ്യാനായിട്ടാണ്, LED ലൈറ്റ് ഹാങ് ചെയ്യാനാണ്. നമ്മൾ ഈദ് റംസാൻ വരുമ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടെപ്പോഴും ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഈ ഒരു ക്ലിപ്പ് 2 കോർണറിലും എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കമാൻഡ് ഹൂക്കാണ്, ചെറുതെന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാൻ അത്യാവശ്യം വെയിറ്റ് താങ്ങുന്ന രീതിയിലുള്ളൊരു കമാൻഡ് ഹൂക്കാണ് കേട്ടോ. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഓൺലൈൻ വാങ്ങിയതാണ്, ഒത്തിരി നാൾ മുൻപ് വാങ്ങിയതാണ്. നമുക്ക് വേണമെങ്കിൽ മാറ്റി വേറെ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യാനും എളുപ്പമാണ്, റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ആ കമാൻഡ് ഹൂക്ക് ഒരു 3 എണ്ണവും 2 സൈഡിലും മറ്റേ സ്റ്റീൽ ഹൂക്കും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഈ ഒരു LED ലൈറ്റ് ഹാങ് ചെയ്യുന്നുണ്ട്. ഈ LED ലൈറ്റ് ഞാൻ കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിയത്, റംസാന് വാങ്ങിയതാണ്. ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. കമാൻഡ് ഹുക്സ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 60 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഹാങ് ചെയ്യാവുള്ളൂ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും പിറ്റേ ദിവസം ഈ ഒരു ലൈറ്റ് അതിനകത്ത് ഹാങ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രേ സോഫയ്ക്ക് ഞാനൊരു ഡാർക്ക് ബ്രൗൺ കവർ ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ലോണ്ട്രിയിൽ കൊടുത്തേക്കാന്ന്. പിന്നെ സോഫയും ഒക്കെ ഒന്ന് മാറ്റി ഞാൻ താഴെയൊക്കെ ഒന്ന് പൊടി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്പ്രേ മോപ്പ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് 20 ദിർഹംസിനെന്തോ 4 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു സ്പ്രേ മോപ്പ് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ലുലുവിന്നൊരു ഓഫർ സെയിലിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വരുന്നുണ്ട്. മൈക്രോഫൈബർ ക്ലോത്ത് ഞാൻ വേറെ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ആ സ്പ്രേ മോപ്പ് ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി സോഫ ചെയർ ബാക്കാണ്, പക്ഷേ ഞാനിത് ഈ ഒരു ആം റെസ്റ്റിലാണ് ഇട്ടിരിക്കുന്ന. കാര്യം അവിടെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന, കൈയൊക്കെ വെക്കുന്നത് കാരണം പെട്ടെന്ന് ആ ഒരു ഏരിയ കളർ മാറാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാനിത് പോത്തീസിന് വാങ്ങി കേട്ടോ, ഈ ഒരു ചെയർ ബാക്ക്. നാട്ടിലെ ട്രിവാൻഡ്രത്തുള്ള പോത്തീസിന്.
ഈ ഒരു സൈഡ് ടേബിൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇനി ബുക്ക് ഷെൽഫ് ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ വായിച്ച് തീർന്ന പുസ്തകങ്ങളുണ്ട്, കംപ്ലീറ്റ് ആക്കാത്ത പുസ്തകങ്ങളുണ്ട്. വായിച്ച് തീർന്ന പുസ്തകങ്ങൾ ഞാൻ പിന്നീടെടുത്ത് വായിച്ച് നോക്കില്ല കേട്ടോ. എന്നാലും എനിക്കിത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സ്ഥലപരിമിതി മൂലം ഇപ്പോൾ പുതിയ ബുക്കൊക്കെ വാങ്ങുമ്പോൾ ഞാൻ പഴയ പുസ്തകങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ കൊടുക്കാറുണ്ട്. ഷാബിയ 12 ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പുണ്ട് കേട്ടോ, ബുക്സ് വാങ്ങുന്ന. ഈ ഒരു ബുക്ക് ഷെൽഫ് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ബുക്സ് എല്ലാം ഞാൻ സാനിറ്ററി വൈപ്പ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം പൊടിയില്ല, കാര്യം ഈ ഒരു ഏരിയ, ബുക്ക് ഷെൽഫ് ഇരിക്കുന്ന ഏരിയയും ഈ ബുക്സും ഞാൻ മിക്കവാറും ക്ലീൻ ചെയ്യാറുണ്ട്. എനിക്ക് പൊടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ബുക്സൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ കഴിയുന്നതും ആ ഒരു ഏരിയ ക്ലീനാക്കിയാണ് വെക്കുന്നത്. എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് മലയാളം ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഇംഗ്ലീഷ് ബുക്സ് വായിക്കുമ്പോൾ അങ്ങനെ കിട്ടാറില്ലെങ്കിലും വൊക്കാബുലറിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ളത് റീഡിങ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. കാര്യം ബാക്കി ലിവിങ് റൂം ക്ലീൻ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, മൊബൈൽ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മോളെ സ്കൂളിൽ വിളിക്കാൻ പോകാൻ ടൈം ആയത് കാരണം ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീൻ ആൻഡ് ദ വീഡിയോ. ബൈ ഫ്രം സൂസ് പെപ്പ കാൻഡി.